എല്ലാവർക്കും ഐറസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കേരള സ്റ്റൈൽ പക്കാവടയാണ്. അപ്പോൾ പക്കാവടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 ഗ്ലാസ് കടലമാവ്. ഈ ഒരു ഗ്ലാസ് ഞാൻ മെഷറിംഗ് കപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാസ്സാണ് എപ്പോഴും കാണിക്കാറ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു 1.5 ഗ്ലാസ്സാണ് ഞാൻ കടലമാവ് എടുക്കുന്നത്. 1.5 ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട്. സെയിം മെഷറിംഗ് ഗ്ലാസ്സിൽ തന്നെ 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഇടുക. ഞാൻ മിക്സിയിൽ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 6-7 ചെറിയ അല്ലി വെളുത്തുള്ളി, ഞാൻ ചെറിയ അല്ലിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഒരു 6-7 പീസ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വലിയ വെളുത്തുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 4 അല്ലി വെളുത്തുള്ളിയൊക്കെ ഇട്ടാൽ മതിയാവും. ഇനി ഞാനൊരു 3 ചെറിയുള്ളിയും കൂടി എടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഒന്ന് കട്ട് ചെയ്തിടാം. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് എടുത്തിരിക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ്, പൊടിയാണ്. പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരിട്ട് മാവിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും. ഞാൻ എന്തായാലും ഇത് കുറച്ച് വെള്ളം കൂടി എടുത്ത് മസാല വാട്ടർ തയ്യാറാക്കാനാണ്. അപ്പം അല്പം വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഇങ്ങ് അരച്ചെടുക്കുക. ഞാനിതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അല്പം വെള്ളവും കൂടി ഒഴിച്ചാണ് നല്ലത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്മിയുണ്ടെങ്കിൽ അമ്മിയിലൊക്കെ അരച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരു അരിപ്പയിൽ അരിച്ചെടുത്താൽ മതിയാവും. എനിക്കിപ്പോൾ അരിപ്പയിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാനിത് നന്നായിട്ട് ഒരുപാട് നേരം ഞാൻ ഇതങ്ങ് അരച്ചെടുത്തു. ഞാൻ ഈ മാവിലേക്ക് മസാല വാട്ടർ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് പക്കാവടയ്ക്ക് കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടുന്നത് തന്നെ ഈ ഒരു മസാല വാട്ടറിൽ നിന്നാണ്. അതായത് നമ്മുടെ ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ കൂടി അരച്ച ആ ഒരു മിശ്രിതം ഇതിലേക്ക് ആവുമ്പോഴാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന ആ ഒരു രീതിയിലാണിത് കുഴയ്ക്കേണ്ടത്. ഇപ്പോൾ മാവ് ഞാൻ ഏകദേശം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയിട്ട് ഒരല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു രൂപത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരല്പം ഓയിൽ കയ്യിലൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരല്പം ഓയിലും കൂടി കയ്യിൽ തടവി ഇതാ നന്നായിട്ട് ഞാനിത് മാവ് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സേവനാഴി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അച്ചെന്ന് പറയുന്നത്, നമ്മുടെ പക്കാവടയ്ക്കുള്ള അച്ചെന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പക്കാവടയുടെ അച്ച്. ഞാനിത് സേവനാഴിയിലേക്ക് ഇടുകയാണ്. ഇത് നമുക്ക് കുറച്ചായിട്ട് ഒന്ന് ഇതേപോലെ ഉരുട്ടിയെടുക്കുക. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലതായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ റൗണ്ടിൽ
പക്കാവട വീശിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിച്ച് കളയും. ഞാനിന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് കറക്റ്റായിട്ട് വെന്ത് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അരിമാവും കൂടെ ചേർക്കുന്നത് നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല കറുമുറ പക്കാവട ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടാനാണ് അരിമാവും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. പക്കാവട ഞാൻ ഒന്നും കൂടി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ, ആ ഒരു ബ്രൗൺ കളറിൽ നമുക്കിത് കിട്ടണം. പിന്നീട് നമ്മളിത് നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം ഫ്രൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇത് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്, നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി എടുക്കാം നമുക്ക്. അപ്പം അടുത്തത് ഞാൻ ഇതേപോലെ പീച്ചി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതും അതേപോലെ തന്നെ ശ്രദ്ധിക്കുക. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് ഈസിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പക്കാവട ഞാനിപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. എല്ലാവരും ഇത് പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം നമുക്ക് പുതിയ റെസിപ്പിയുമായി കാണുന്നിടം വരെ താങ്ക് യു.